ഡിയർ സ്റ്റുഡൻസ്, കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ടോപ്പിക്സിലെ പ്രധാനപ്പെട്ട പ്രോബ്ലംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കൂ, കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്തുവാൻ സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ ഉള്ള ഇക്വേഷനാണ് R effective = R1 + R2 + R3. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസുകൾ ഈക്വൽ വാല്യൂ ഉള്ളതാണെങ്കിൽ, എല്ലാം R എന്ന് പറയുന്ന വിലകൾ ഉള്ളതും n റെസിസ്റ്റേഴ്സുമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ എത്ര എണ്ണം വേണമെങ്കിലും ആവാം, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്താനുള്ള ഇക്വേഷനാണ് NR. ഇപ്പോൾ 10 റെസിസ്റ്റർ ഉണ്ടെങ്കിൽ 10 × R ആയിരിക്കും, ഈക്വൽ ആണ്. അതേപോലെ പാരലൽ കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1/R effective = 1/R1 + 1/R2 + 1/R3 ആണ്. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന 3 റെസിസ്റ്റൻസുകളുടെയും വില തുല്യമാണെങ്കിൽ, n റെസിസ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ സീരീസിന്റെ കണ്ടെത്തിയതുപോലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ അല്ല, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് the value of single resistor divided by the number of resistor, R/n ആയിരിക്കും. ഓക്കെ, കാരണം പാരലൽ കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയും, സീരീസ് കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടും, നമ്മൾ പഠിച്ചു വെച്ചില്ല. അതേപോലെ തന്നെ പാരലൽ കോമ്പിനേഷനിൽ രണ്ട് തുല്യ റെസിസ്റ്റൻസുകൾ, 2 റെസിസ്റ്ററുകളെ ഉള്ളുവെങ്കിൽ, തുല്യ വിലയുള്ളതാണ് പാരലൽ ആയിട്ട് കൊടുത്തിരിക്കുന്നതെങ്കിൽ, അതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൊടുത്തിരിക്കുന്ന വിലയുടെ നേർപകുതിയായിരിക്കും. അപ്പൊ ഇവിടെ 10 ഓം പാരലൽ 10 ഓം ആണെങ്കിൽ ഇത് 5 ഓമേ ഇഫക്റ്റീവ് വരികയുള്ളൂ, അതാണ് ഉദ്ദേശിച്ചത്. ഫോർ എക്സാമ്പിൾ, 2 പാരലൽ 2 ഓം പാരലൽ 2 ഓമിന് കൊടുത്താൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര ഉണ്ടാവുള്ളൂ? 1 ഓമേ ഉണ്ടാവുള്ളൂ. അതേപോലെ R പാരലൽ ടു R, ഒരു റെസിസ്റ്റൻസും അതിന്റെ ഇരട്ടിയുള്ള റെസിസ്റ്റൻസും പാരലൽ ആയിട്ട് കൊടുത്താൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2/3 R ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, 3 ഓമും 6 ഓമും, 3യുടെ ഇരട്ടിയാണ് 6, 3 ഓമും 6 ഓമും പാരലൽ ആയിട്ട് കൊടുത്താൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2/3 R, ദാറ്റ് ഈസ് 2/3 ഇൻറ്റു ലോവസ്റ്റ് റെസിസ്റ്റൻസ് 3 ആയതുകൊണ്ട് ഇൻറ്റു 3 ഗെറ്റ് ക്യാൻസൽ, യു ഗെറ്റ് 2 ഓം. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. റെസിസ്റ്റർ അതിന്റെ നീളം n ടൈംസ് വർദ്ധിപ്പിച്ചാൽ പുതിയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് n² R ആയിരിക്കും. ഇപ്പോൾ ഒരു റെസിസ്റ്ററിന്റെ നീളം L, അത് 2 ഇരട്ടി വർദ്ധിപ്പിച്ചാൽ പുതിയ റെസിസ്റ്റൻസ് 2² R ആയിരിക്കും. അപ്പോൾ സ്ക്വയറിനനുസരിച്ചിട്ടാണ് പുതിയ റെസിസ്റ്റൻസിന്റെ വില മാറുന്നത്, ലെങ്ത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ. അതേപോലെ ഒരു റെസിസ്റ്ററിന്റെ റേഡിയസ് നമ്മൾ ഇൻക്രീസ് ചെയ്താൽ, n ടൈംസ് ഇൻക്രീസ് ചെയ്താൽ അതിന്റെ റെസിസ്റ്റൻസ് സ്വാഭാവികമായിട്ട് കുറയും. റെസിസ്റ്റൻസ് കുറഞ്ഞാൽ പുതിയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പഴയ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ n² ആയിരിക്കും. എത്ര ഇരട്ടിയാണോ വർദ്ധിപ്പിച്ചത് അതിന്റെ സ്ക്വയറിന് അനുസരിച്ച്, അത് ഡിവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് പുതിയ റെസിസ്റ്റൻസ് മാറും. R new = old resistance divided by n² ആയിരിക്കും. അതേപോലെ ഒരു കണ്ടക്ടറിന്റെ ലെങ്സും അതിന്റെ പവറും തമ്മിലുള്ള റിലേഷൻ P is inversely proportional to resistance ആണ്. പവർ കൂടുന്തോറും റെസിസ്റ്റൻസിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരിക. ഫൈൻഡ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ്. ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടെത്തുവാനാണ്. ബിറ്റ്വീൻ A ആൻഡ് B, എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് കണ്ടെത്തേണ്ടത്. ഇവിടെ 3 റെസിസ്റ്റൻസുകൾ 6 ഓം വീതമുള്ളത് പാരലൽ തന്നിട്ടുണ്ട്, അത് ഒരു 6 ഓം റെസിസ്റ്റൻസുമായിട്ട് സീരീസ് തന്നിട്ടുണ്ട്. നോക്കൂ, എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്തണമെങ്കിൽ ആദ്യം ഈ പാരലൽ സർക്യൂട്ട് സിംപ്ലിഫൈ ചെയ്യണം. 3 റെസിസ്റ്റൻസുകൾ പാരലൽ ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R ന് പാരലലാണ്, അത് അടുത്ത R-നും പാരലലാണ്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/R effective = 1/6 + 1/6 + 1/6 ആണ്. So it is 3/6. That means R effective = 6/3, that is 2 ohm. അപ്പൊ ഈ 3 റെസിസ്റ്റൻസുകൾ കണക്ട് ചെയ്യുന്നതിന് പകരം 2 ഓം ഉള്ള ഒരൊറ്റ റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ മതി. ഈ 2 ഓം റെസിസ്റ്റൻസ് ഈ 6 ഓം റെസിസ്റ്റൻസുമായി സീരീസ് ആണ്. Therefore, effective resistance of this new combination is 2 ohm plus 6 ohm, that is 8 ohm. And this is the effective resistance between A and the equivalent resistance between A and B. വേറൊരു സർക്യൂട്ടാണ്, എക്കും ബിക്കും ഇടയ്ക്കുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്തുക.
നമുക്ക് എക്കും ബിക്കും ഇടയ്ക്കുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്തുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ എക്കും ബിക്കും ഇടയ്ക്കുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൽ കണ്ടെത്തുക സ്വല്പം കൺഫ്യൂഷൻ ആയിരിക്കും. ഇത്തരം സർക്യൂട്ടുകൾ വന്നു കഴിഞ്ഞാൽ ചില രീതിയിൽ മോഡിഫിക്കേഷൻ അതിന് കൊടുത്താൽ ആ ചിത്രം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഇപ്പോൾ എ എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്ന് എത്ര റെസിസ്റ്റൻസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നോക്കാം. അതിൽ നിന്ന് ഈ 3 ഓം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താണ്, കാരണം ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കമ്പോണന്റ് ഇല്ല. അതേപോലെ തന്നെ ഈ 21 ഓമും എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ 6 ഓം എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ 7 ഓം എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 4 റെസിസ്റ്റൻസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവ വരച്ചു കഴിഞ്ഞാൽ എനിക്ക് 4 റെസിസ്റ്റൻസുകളിൽ ഒന്ന് ഇതാണ്. 3 ഓം, 6 ഓം, 7 ഓം വരച്ച 21, this is 3, this is 6 and this is 7. ഇത് 4 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എ എന്ന് പറയുന്ന ടെർമിനലിൽ നിന്നാണ്. ഇനി ബി എന്നുള്ള പറയുന്ന ടെർമിനലിന് ഏതൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു നോക്കൂ. ബി എന്ന് പറയുന്ന ടെർമിനലിൽ നിന്ന് 21ന്റെ ഒരു ടെർമിനലില് ബിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ 6 ഓമിന്റെ ടെർമിനൽ ബിയിലേക്ക് എത്തിയിട്ടുണ്ട്. 12 ഓമിന്റെ ബിയിലേക്ക് എത്തിയിട്ടുണ്ട്. 7 ഓമിന്റെ ബിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബിയിൽ നിന്ന് 4 റെസിസ്റ്റൻസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ബി എന്ന് പറയുന്ന ടെർമിനലിന് 21 നേരിട്ട് അതിൽ അവസാനിച്ചിരിക്കുക. 21 ബിയിലേക്ക് നേരിട്ട് കൊണ്ടുപോയി കൊടുത്തു. അതേപോലെ 7 ബിയിലേക്ക് അവസാനിച്ചില്ല. അപ്പോൾ 7ന്റെ ടെർമിനൽ നേരിട്ട് ബിയിൽ കൊണ്ടുപോയി കൊടുത്തു. വേറെ കമ്പോണന്റുകളില്ല അതിനിടെ. ഇനി ഈ ബിയിൽ നിന്ന് 2 റെസിസ്റ്റൻസുകൾ കൂടിയുണ്ട്, ഒരു 6 ഓം ഒരു 12 ഓം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 6 ഓം വരയ്ക്കുകയാണ്, ഒരു 12 ഓം. ഈ 4 എണ്ണവും ബിയിൽ നിന്ന് തുടങ്ങിയ റെസിസ്റ്റൻസുകളാണ്. ഇനി ഈ 6 ഓമിന്റെയും 12 ഓമിന്റെയും ടെർമിനലുകൾ കോമൺ ആയിട്ട് ജംഗ്ഷനിലേക്ക് വന്നിട്ടുണ്ട്. കോമൺ ആയിട്ട് ജംഗ്ഷനിലേക്ക് വന്നു. അതേപോലെ തന്നെ 3 ഓമിന്റെയും 6 ഓമിന്റെയും ഒരു ടെർമിനൽ അതേ ജംഗ്ഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം അതും കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം ഈ കാണുന്ന സർക്യൂട്ടിനെ നമുക്ക് എളുപ്പത്തിൽ ആൻസർ പറയാൻ പറ്റുന്ന ഒരു സർക്യൂട്ടായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് സർക്യൂട്ട് നോക്കിയാൽ പാരലൽ കോമ്പിനേഷൻ ഏത് എന്നുള്ളത് വ്യക്തമായി തിരിച്ചറിയാം. ഇവിടെ 3ഉം 6ഉം പാരലാണ്. 3ഉം 6ഉം പാരലാണെങ്കിൽ ഇതിന്റെ ഇഫക്റ്റീവ് എന്ന് പറയുന്നത് 3ന്റെ ഇരട്ടിയാണ് 6. അപ്പോൾ 6ഉം പാരലൽ വന്നാൽ 2/3 R എന്നാണ് ഇഫക്റ്റീവ് നമ്മൾ പഠിച്ചു വെച്ചത്. അങ്ങനെയാണെങ്കിൽ അത് 2/3 × R 3 Ω, ദാറ്റ് ഈസ് 2 Ω. എന്ന് വെച്ചാൽ 3ഉം 6ഉം തമ്മിൽ ഇഫക്റ്റീവ് കണ്ടാൽ എത്ര ബാലൻസ് വരുന്നത്? 2 Ω ആണ്. അപ്പൊ ഈ രണ്ടെണ്ണം നമുക്ക് ആവശ്യമില്ല. പകരം ഇവിടെ ഒരു റെസിസ്റ്റൻസ്, അത് എത്ര ഓമിന്റെ ആയിരിക്കും? 2 ഓമിന്റെ. അതേപോലെ തന്നെ 6ഉം 12ഉം, 6ന്റെ ഇരട്ടിയാണ് 12. അപ്പൊ അതേ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 2/3 R എന്നുള്ളത് ഇവിടെ ലോവസ്റ്റ് വാല്യൂ 6 ആയതുകൊണ്ട് 2/3 × 6 ദാറ്റ് ഈസ് 4 Ω. അപ്പൊ ഈ 2 റെസിസ്റ്റൻസിന് പകരം ഒറ്റ റെസിസ്റ്റൻസ് വരച്ചാൽ മതി. അതിന്റെ വാല്യൂ എത്രയാണ്? 4 Ω ആണ്. ഈ 4 ഓമും ഈ 2 ഓമും സീരീസ് ആണ്. അപ്പൊ ഈ രണ്ടെണ്ണത്തിന് പകരം ഒറ്റ റെസിസ്റ്റൻസ് ആയിട്ട് വീണ്ടും ചുരുക്കാം. അത് എത്ര കൊടുത്തിരിക്കണം? 6 Ω. 21 Ω, 6 Ω, 7 Ω എന്ന് പറയുന്ന 3 റെസിസ്റ്റൻസുകൾ പാരലൽ ആയിട്ട് കൊടുത്തതിന് തുല്യമായിട്ട് ആ സർക്യൂട്ട് മാറും. നോക്കൂ, ഈ വരച്ചിരിക്കുന്ന ചിത്രമാണ് ഈ ചെറുതായിട്ടുള്ളത്. ഈ 3 എണ്ണത്തിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് കണ്ടാൽ 1/R ഇഫക്റ്റീവ് is equal to 1/21 plus 1/6 plus 1/7 Ω ആയി. ഇത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടാൽ you get the answer. R effective is equal to 2.8 Ω. And this is the effective resistance of this combination. ഈ രീതിയിൽ സർക്യൂട്ടിനെ ചില കോർണറിലേക്ക് വലിച്ചു പിടിച്ചിട്ടൊക്കെ രൂപമാറ്റം വരുത്തിയിട്ട് നമുക്ക് അനുയോജ്യമായ രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്തുവാൻ. ഫൈൻഡ് ദി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എക്കും ബിക്കും ഇടയ്ക്കുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്തുക. നമുക്ക് എയിൽ നിന്ന് 2 ഓമും 1 ഓമും കറണ്ട് ബ്രാഞ്ച് ചെയ്തു. അപ്പോൾ ഇത് പാരലായിട്ട് വരുന്നുണ്ട്. വീണ്ടും 1 ഓമിലൂടെ കറണ്ട് ചെയ്യുന്നു. ഇത് രണ്ടും ബ്രാഞ്ച് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം 2 ഓം പാരലൽ 2 ഓം ആണ്. ഈ 2 പാരലിന് പിന്നെ ഇനിയൊരു സർക്യൂട്ട് ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് സോൾവ് ചെയ്ത് തുടങ്ങാം. 2 പാരലൽ 2 ഈക്വൽ റെസിസ്റ്റൻസിൽ പാരലൽ കൊടുത്താൽ നേർപകുതിയാണ്. അതുകൊണ്ട് 2 ഓം പാരലൽ 2 എന്ന് പറഞ്ഞാൽ 2 റെസിസ്റ്റൻസുകൾ ഇനി പാരലൽ കൊടുക്കേണ്ട ആവശ്യമില്ല, ഒറ്റ റെസിസ്റ്റൻസ് ആയി. എത്രയാണ് അതിന്റെ നേർപകുതി? സോ ദിസ് ഈസ് 1 Ω.
This 1 ohm resistance is in series with this 1 ohm. സീരീസ് ആയിട്ട് രണ്ട് റെസിസ്റ്റൻസുകൾ വന്നാൽ നെറ്റ് 1 ohm 1 ohm 2 ohm ആണ്. അപ്പൊ ഇത് രണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് ഇനി വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് ഒറ്റ റെസിസ്റ്റൻസ് ആയി ചുരുക്കി അതിന് എത്ര ഓം കൊടുത്താൽ മതി? 2 ohm. ഈ 2 ohm റെസിസ്റ്റൻസുമായി വീണ്ടും പാരലൽ ആയി, കാരണം ഇവിടെ വെച്ച് കറന്റ് ബ്രാഞ്ച് ചെയ്തു. So 2 parallel to again R effective is equal to half of this value, it is 1 ohm. So this is the effective resistance of the parallel combination drum. എത്ര മാത്രമായിട്ട് ചുരുങ്ങി? 1 ohm ഇഫക്റ്റീവ് ആയിട്ട് എക്കും ബിക്കും ഇടയ്ക്ക് വരുന്നു. Find the effective resistance between A and B and also find current from the battery. ഈ സർക്യൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന, ഈ ബാറ്ററിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കറണ്ടിന്റെ വില കണ്ടെത്തണം. അതേസമയം ഇഫക്റ്റീവ് റെസിസ്റ്റൻസും എത്രയെന്ന് കണ്ടെത്തണം. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നോക്കിയ എക്കും ബിക്കും ഇടയിൽ 2 ഓമുകൾ സീരീസ്, 2 ഓമുകൾ സീരീസ്, വേറൊരു 2 ഓം. അപ്പൊ ഈ 2 ഓമുകൾ സീരീസ് കൊടുത്താൽ ഈ രണ്ട് റെസിസ്റ്റൻസ് ഇനി വരയ്ക്കേണ്ട ആവശ്യമില്ല. 2 സീരീസ്, 2 സ്വാഭാവികമായിട്ട് നമുക്കറിയാം അത് 4 ഓം ആണ്. അപ്പൊ ഇത് 4 ഓം കിട്ടില്ലേ. ഇതേപോലെ ഈ 2 ഓം സീരീസ് ആയതുകൊണ്ട് 2 റെസിസ്റ്റൻസ് വരയ്ക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് വരയ്ക്കാവുന്ന റെസിസ്റ്റൻസ് ഒന്നേ ഉള്ളൂ, അത് 4 ഓം ആണ്. So 4 ohm parallel 2 ohm ആണ്. Effective resistance will be 1 by R effective is equal to 1 by 4 plus 1 by 2 plus 1 by 4. എത്രയെന്ന് വരുന്നുണ്ടായിരിക്കുക? effective resistance value equal to 1 ohm അല്ലേ? 4 parallel 4 2 parallel 2 അതിന്റെ നേർപകുതി 1 ohm ആയിരിക്കും. സോ ഇത്രയും റെസിസ്റ്റൻസുകള് കൊടുക്കുന്നതിന് പകരം ഇവിടെ ഒറ്റ റെസിസ്റ്റൻസിന്റെ ആവശ്യമുള്ളൂ. എത്ര ഓമേ വരുള്ളൂ? 1 ഓമേ വരുള്ളൂ. Therefore current from this circuit I is equal to V by R effective, that is 2 volts divided by 1 ohm, that is 2 ampere. ഇതാണ് ഈ ബാറ്ററിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കറന്റ് 1 ആംപിയർ ആയിരിക്കും. നമുക്ക് ഫൈൻഡ് കറന്റ് ഫ്രം ദി സർക്യൂട്ട്. ഈ സർക്യൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന I എന്ന് പറഞ്ഞ കറണ്ടിന്റെ വില എത്രയാണെന്നാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന കറണ്ടിന്റെ വില കിട്ടണമെങ്കിൽ ഈ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് വരുന്ന ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്തണം. ഇത് എ എന്ന് പറയുന്ന ജംഗ്ഷനും ഇത് ബി ആണെങ്കിൽ എക്കും ബിക്കും ഇടയ്ക്കുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടെത്തണം. എങ്കിൽ മാത്രമേ വോൾട്ടേജിന് റെസിസ്റ്റൻസ് ഉണ്ടായിരിച്ച കറണ്ട് എത്രയെന്ന് കണ്ടെത്താൻ പറ്റൂ. കറന്റ് ഫ്രം ദി സർക്യൂട്ട് I is equal to potential by effective resistance. അപ്പൊ എത്രയാണ് എക്കും ബിക്കും ഇടയ്ക്കുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് കണ്ടെത്തണം. എക്കും ബിക്കും വരുന്ന ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നോക്കുക. എയിൽ നിന്ന് 30 ഓമിലൂടെ കറണ്ട് വരുന്നു. ഈ 30 ഓമിലൂടെയും ഈ 30ലൂടെയും ഒരേ കറണ്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ ഈ 30 ഓം ഈ 30 ഓമായിട്ട് സീരീസ് ആണ്. 30 സീരീസ് 30 60 ഓം ആണ്. അപ്പൊ ഈ രണ്ടെണ്ണത്തിന് പകരം ആക്ച്വലി ഇവിടെ ഒരു റെസിസ്റ്റൻസേ ഉള്ളൂ. ഇത് എത്രയാണ്? 60 ഓം ആണ്. 60 ഓം പാരലൽ വിത്ത് 30 ഓം ആണ്. ഇത് 30, അതിന്റെ ഇരട്ടി 60 ആയതുകൊണ്ട് R ഇഫക്റ്റീവിന്റെ വില എന്ന് പറയുന്നത് 2/3 R. 2/3 into 30, 330, 10. This is 20 ohm ആണ്. So you get the current from the circuit I is equal to V by R effective is equal to 6 volt divided by 20. That equal to 6 by 2 3.3 ampere. This is the current from this circuit. Calculate the current from the circuit. ഈ സർക്യൂട്ടിൽ നിന്ന് ബാറ്ററിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കറന്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. കറന്റ് കിട്ടണമെങ്കിൽ ഇക്വേഷൻ എന്താ? I is equal to കൊടുത്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ R effective, that is 4 volt divided by ഇതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? 8 parallel 8 തുല്യ വിലയുള്ളതാണ്. അപ്പൊ ഈ രണ്ടെണ്ണത്തിന്റെ ആവശ്യമില്ല. It will be equal to 4 ohm, നേർപകുതി. 4 ohm സീരീസ് വിത്ത് 2 ohm and 2 ohm. അപ്പൊ 2 plus 4 6 plus 2 8 ohm. ഈ ഇത്രയും റെസിസ്റ്റൻസുകൾ ഒഴിവാക്കിയിട്ട് സർക്യൂട്ട് ഇത്രയും ചെറുതാക്കാം. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് 8 ohm. Therefore current flowing from the circuit is 4 by 8 1/2, that is 0.5 ampere. This is the current coming out from the
എ വയർ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 16 ഓം. 16 ഓം റെസിസ്റ്റൻസ് ഉള്ള ഒരു വയറാണ്. ഇറ്റ് ഈസ് ബെൻഡ് ഇൻ ദ ഫോം ഓഫ് എ സർക്കിൾ. അതൊരു വൃത്താകൃതിയിലാക്കി മാറ്റി ഫൈൻഡ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്. ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയ രണ്ട് പോയിന്റുകൾ ആ സർക്കിളിന്റെ മുകളിൽ എടുത്താൽ അവയ്ക്കിടയ്ക്കുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? നമുക്ക് ഈ മൊത്തം സർക്കുലർ റിങ്ങിന്റെ റെസിസ്റ്റൻസ് 8 ഓം ആണ്. ഡയമെട്രിക്കൽ ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗം, അത് പാരലൽ കോമ്പിനേഷൻ ആയിട്ട് രണ്ട് വയറുകൾ വെച്ചതിന് തുല്യമായി. അതിൽ ഒരു ഭാഗത്തിന്റെ റെസിസ്റ്റൻസ് 4 ഓം ആണെങ്കിൽ അടുത്ത ഭാഗത്തിന്റെ എത്ര വരാൻ പറ്റൂ? 4 ഓം. ഇപ്പൊ 4 ഓം പാരലൽ 4 ഓം ആണ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയ രണ്ട് പോയിന്റുകൾക്ക് ഇടയ്ക്കുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വരിക. തുല്യമായ രണ്ട് റെസിസ്റ്റൻസുകൾ പാരലൽ കൊടുത്താൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഒരു റെസിസ്റ്റൻസിന്റെ പകുതിയാണ്. ദാറ്റ് മീൻസ് 4 divided by 2. Effective resistance is 2 ohm. Find the current through 10 ohm resistor and 3 ohm resistor. ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഈ സർക്യൂട്ടിൽ 10 ഓം റെസിസ്റ്റൻസിലൂടെ കടന്നു പോകുന്ന കറണ്ട് എത്രയാണ്, 3 ഓം റെസിസ്റ്റൻസിലൂടെ പോകുന്ന കറണ്ട് എത്രയാണ് എന്നാണ് കണ്ടെത്തുന്നത്. നമുക്ക് ഈ 10 ഓം റെസിസ്റ്റൻസ് ഒരു 15 ഓം റെസിസ്റ്റൻസുമായിട്ട് പാരലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ബാറ്ററിയിൽ നിന്ന് ഇറങ്ങുന്ന കറണ്ട് ഇവിടെ നിന്ന് രണ്ടായിട്ട് മുറിയുന്നുണ്ടാവും. അതിൽ ഒരു ഭാഗം 10 ഓമിലൂടെ കടന്നു പോകും. അത് ഈ ജംഗ്ഷനിൽ എത്തുമ്പോൾ വീണ്ടും രണ്ടും കൂടി കൂട്ടി യോജിക്കുകയും ഈ 3 ഓം റെസിസ്റ്റൻസിലൂടെ അത് കടന്നു പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് 10 ഓമിലൂടെ കടന്നു പോകുന്ന കറണ്ടും 3 ഓമിലൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ വില ഡിഫറെന്റ് ആയിരിക്കും. എന്ത് തന്നെ ആയാലും ഈ ബാറ്ററിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കറണ്ട് കണ്ടെത്തണമെങ്കിൽ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. I is equal to applied voltage by R effective. അപ്പൊ ഈ ബാറ്ററിക്ക് ഫീൽ ചെയ്ത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്തണം. ബാറ്ററിക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാ? ഒരു 10 ഓം ഒരു 15 ഓം ആയിട്ട് പാരലായിട്ടുണ്ട്. അപ്പൊ ഇതിന് ഇഫക്റ്റീവ് ആയിട്ട് ഒറ്റ റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ വരേണ്ടതുള്ളൂ. എത്രയായിരിക്കും? 10 ഓമും 15 ഓമും പാരലായി കൊടുത്താൽ ഇതാണ് ഇഫക്റ്റീവിന്റെ ഇക്വേഷൻ. 1/R effective is equal to 1/10 plus 1/50. R effectiveന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടും? 6 ഓം. അപ്പൊ ഈ രണ്ട് റെസിസ്റ്റൻസിന് പകരം എനിക്ക് ഇവിടെ എന്ത് കൊടുത്താൽ മതി? 6 ഓം. ഈ 6 ഓം 3 ഓമുമായിട്ട് സീരീസ് ആണ്, 0.5 ഓമുമായിട്ട് സീരീസ് ആണ്. 0.5 ഓം എന്ന് പറയുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസുമായിട്ട് സീരീസ് ആണ്. ടോട്ടലി 6 plus 3 9, 9.5 plus 0.5 10 ohm. Therefore R effective is equal to effective value of resistance is 10 ohm. Therefore current I is equal to applied voltage 20 by 10, that equal to 2 ampere. ഈ കാണുന്ന സർക്യൂട്ടിലൂടെ മൊത്തം കടന്നു പോകുന്ന കറണ്ട് എത്രയാണ്? 2 ആമ്പിയർ. ആ മൊത്തം കടന്നു പോകുന്ന കറണ്ട് ഈ ഇഫക്റ്റീവ് എന്ന് പറയുന്ന ആറിലൂടെയും ടോട്ടൽ എടുത്താൽ 2 ആമ്പിയർ ആണ്. അതേ കറണ്ട് തന്നെയാണ് 3 ഓമിലൂടെയും പോവുക, 0.5 ഇന്റേണൽ സെൻസിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ചോദ്യത്തിലെ 3 ഓമിലൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ വില എത്രയെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി 2 ആമ്പിയർ. 6 ഓം എന്ന് പറയുന്ന ഇഫക്റ്റീവ് വാല്യൂയിലൂടെയും കടന്നു പോകുന്ന കറണ്ട് 2 ആമ്പിയർ ആണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 10 ഓമിലൂടെ മാത്രം കടന്നു പോകുന്ന കറണ്ട് എത്രയാണെന്നാണ്. അപ്പൊ ഈ 6 ഓം അല്ല ഇവിടെ വരയ്ക്കേണ്ടത്. യഥാർത്ഥത്തിൽ 10 ഓമിലൂടെ പോകുന്ന കറണ്ട് കിട്ടണമെങ്കിൽ ഇവിടെ ആര് തന്നെ വരണം? 10 ഓം റെസിസ്റ്റൻസ് വരണം. 10 ഓം പാരലൽ 15 ഓം ആയിരുന്നു കിടന്നിരുന്നത്. അപ്പൊ ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ട് 10 ഓമിലൂടെ കടന്നു പോകുന്ന കറണ്ടിനെ നമ്മൾ I1 എന്ന് വിളിക്കുകയാണെങ്കിൽ I1ന്റെ വില അറിയണമെങ്കിൽ ഈ 10 ഓമിന് അക്രോസ് ഉണ്ടായിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറിയണം. നോക്കൂ, 10 ഓമിന് അക്രോസ് ഉണ്ടായ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത് തന്നെയാണ് 15 ഓമിനെയും. നമുക്കതിന് V1 എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ആ 10 പാരലൽ 15 ഓമിന് അക്രോസ് ഉണ്ടായിട്ടുള്ള ഇവിടെ ഉണ്ടായിട്ടുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം നമ്മൾ അതിനെ V1 എന്ന് ലേബൽ ചെയ്യും. ഈ V1ന്റെ വില എന്ന് പറയുന്നത് ഇഫക്റ്റീവിലൂടെ ഒഴുകിയ കറണ്ട്, that is I into effective resistance. ഈ രണ്ടെണ്ണത്തിന്റെ ഇഫക്റ്റീവ് that is 2 ആമ്പിയർ into 10 15 പാരലൽ വന്നപ്പോൾ 6 ഓം ആണ്. So it is 12 വോൾട്ട്. അപ്പൊ 20 വോൾട്ട് കൊടുത്തതിൽ 12 വോൾട്ട് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് 10 ഓമിന് അക്രോസും 15 ഓമിന് അക്രോസും അനുഭവപ്പെടുന്ന വോൾട്ടേജ് എത്രയാ? 12 വോൾട്ട് ആണ്. Therefore current through this 10 ohm I1 is equal to കൊടുത്ത അവിടെ അനുഭവപ്പെട്ട വോൾട്ടേജ് റെസിസ്റ്റൻസ് 10, that is 12 by 10, that is 1.2 ആമ്പിയർ. അപ്പോൾ ഇതിൽ നിന്ന് 2 ആമ്പിയർ കറന്റ് ഈ സർക്യൂട്ടിലൂടെ വന്ന് ഇവിടെ എത്തിയാൽ ഇതിലൂടെ പോകുന്നത് 1.2 ആണ്. ബാക്കി വരുന്ന 0.8 ആമ്പിയർ ഇതിലൂടെ കടന്നു പോകും.
ശരിയല്ല, തടസ്സം കൂടിയ സ്ഥലം കറണ്ട് കുറഞ്ഞു. ഈ 1.2-ഉം 0.8-ഉം കൂടി ഇവിടെ കൂടിച്ചേരും. അപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എത്ര തന്നെയാണ്? 2 ആംപിയർ. ഇപ്പൊ 3 ഓമിലൂടെ പോകുന്നത് 0.5 ഓമിലൂടെ പോകുന്നത് എന്ത് തന്നെയായി? 2 ആംപിയർ. പക്ഷെ 10 ഓം എന്ന് പറയുന്ന ഈ ബ്രാഞ്ചിലൂടെ മാത്രം കടന്നു പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് 1.2 ആണ്. ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എക്കും ബിക്കും ഇടയ്ക്കുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്തുക. കാണുമ്പോൾ വലിയ ഒരു നെറ്റ്വർക്ക് ആയിട്ട് തോന്നുമെങ്കിലും അത് വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. നോക്കുക, 2 ഓം 2 ഓം ഇവിടെ സീരീസ് ആണ്. ഒരു സെക്ഷൻ അതിന്റെ റിപ്പീറ്റേഷൻ ആണ്, ബാക്കി 4 അതുകൊണ്ട് ഒരു സെക്ഷനിൽ തന്നെ 2 ഓം 2 ഓമിന് സീരീസ്, ഇതേ ബ്രാഞ്ച് ചെയ്ത് 2 ഓം 2 ഓമിന് സീരീസ്. അപ്പൊ 2 ഓം 2 ഓമിന് സീരീസ് ആയ ഈ രണ്ടെണ്ണത്തിന് പകരം നമുക്ക് ഒറ്റ റെസിസ്റ്റൻസ് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അത് എത്ര ഓമായി? 4 ഓം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ 2 ഓം 2 ഓമിനും പകരം എത്രയായി? അതും 4 ഓമായി മാറി. ഇപ്പൊ ഒന്നാമത്തെ സെക്ഷൻ തന്നെ 4 ഓം പാരലൽ 4 ഓം ആയിരിക്കണം. 4 ഓം പാരലൽ 4 ഓം ആയ നേർ പകുതിയായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പൊ 4 നമുക്ക് പിന്നെ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ സെക്ഷൻ തന്നെ 2 ഓം ആയി ചുരുങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അടുത്ത സെക്ഷൻ എത്ര തന്നെയാ വരിക? 2 ഓം. അതിന്റെ അടുത്ത സെക്ഷൻ എത്ര വരിക? 2 ഓം. അതിന്റെ അടുത്ത സെക്ഷൻ എത്ര വരിക? 2 ഓം. അപ്പൊ 4 റെസിസ്റ്റൻസുകൾ സീരീസ് ആയിട്ട് കൊടുത്തതിന് തുല്യമായിരിക്കും. 2 ഓം plus 2 ohm plus 2 ohm plus 2 ohm. Therefore, effective resistance will be equal to 8 ohm. A wire has a resistance of 8 ohm. Its radius alone is double. What is the new resistance? ഒരു വയറിന്റെ റെസിസ്റ്റൻസ് 8 ഓം ആയിരുന്നു. അതിന്റെ റേഡിയസ് മാത്രം ഇരട്ടിപ്പിച്ചു, ലെങ്ത്തിൽ മാറ്റമില്ലാതെ. വാട്ട് ഈസ് ദ ന്യൂ റെസിസ്റ്റൻസ്? നോക്കൂ, ഒരു മെറ്റാലിക് കണ്ടക്ടറിന്റെ റേഡിയസ് വർദ്ധിപ്പിച്ച റെസിസ്റ്റൻസ് കുറയും. ആ റെസിസ്റ്റൻസ് കുറയുന്ന ഇക്വേഷൻ ഇതാണ്. ന്യൂ റെസിസ്റ്റൻസ് ഈക്വൽ ലോഡ് റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ n സ്ക്വയർ. എത്ര തവണയാണ് റേഡിയസ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഈ n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ n എത്രയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്? 2 ഇരട്ടിയായിട്ടാണ്. അപ്പൊ പുതിയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പഴയ റെസിസ്റ്റൻസ് R old, that is 8 ohm divided by n square, that is 2 square. 8/4 that equal to 2. റേഡിയസ് വർദ്ധിപ്പിച്ചാൽ R/n² ആയിട്ടാണ് പുതിയ റെസിസ്റ്റൻസ് മാറുക. ലെങ്ത് വർദ്ധിപ്പിച്ച റെസിസ്റ്റൻസ് കൂടുകയാണ് കേട്ടോ. അതിന്റെ ഇക്വേഷൻ n² R എന്നാണ്. രണ്ട് ഇക്വേഷൻ തമ്മിൽ മാറിപ്പോകും. ദ റെസിസ്റ്റൻസ് ഓഫ് എ 20 സെന്റിമീറ്റർ ലോങ് വയർ ഈസ് 5 ഓം. 20 സെന്റിമീറ്റർ നീളമുള്ള ഒരു വയറിന്റെ റെസിസ്റ്റൻസ് 5 ഓം ആണ്. ഇറ്റ് ഈസ് സ്ട്രെച്ചഡ് ടു 40 സെന്റിമീറ്റർ. അത് 40 സെന്റിമീറ്റർ ആയി. എന്ന് വെച്ചാൽ 20 40 ആക്കി എന്ന് പറഞ്ഞാൽ ഇരട്ടിച്ചു. ലെങ്ത് ഇൻക്രീസ് 2 ടൈംസ്. വാട്ട് ഈസ് ദ ന്യൂ റെസിസ്റ്റൻസ്? അങ്ങനെയാണെങ്കിൽ പുതിയ റെസിസ്റ്റൻസ് എന്തായിരിക്കും? നമുക്ക് ലെങ്ത് ഇൻക്രീസ് ചെയ്ത പുതിയ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ R ഈക്വൽ ടു n² R ആണ്. ഇതിൽ R എന്ന് പറയുന്നത് പഴയ റെസിസ്റ്റൻസ് ആണ്. അത് 5 ഓം ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. R ഈക്വൽ ടു 5 ഓം. n എന്ന് പറയുന്നത് എത്ര ഇരട്ടി അതിന്റെ ലെങ്ത് വർദ്ധിപ്പിച്ചു എന്നാണ്. 20 40 സെന്റിമീറ്റർ ആക്കുന്നതാണ് n 2 ആണ്. സോ യു ഗെറ്റ് it is 2 square into 5, that is 4 into 5, that equal to 20 ohm, and this is the new resistance. Okay.